ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ നമ്മൾ ഇതുവരെയും ഇട്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഓൾറെഡി തംബ്നെയിലുണ്ടല്ലോ. അതെ, നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ടൊരു ഹാൻഡ് ബാഗ് റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, ഇതുപോലെ ബാഗിൻ്റെ അല്ല, പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് കമ്മലുകൾ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മാല ഉണ്ടാക്കാം, വള ഉണ്ടാക്കാം. എപ്പോക്സി റെസിൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ക്ലേ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തുള്ള ഒരു വീഡിയോ ആണിതും. എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ബാഗുകൾ തുന്നിയെടുക്കാം എന്നുള്ളതാണ്. ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. വളരെ ഈസി മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഒരു അടിപൊളി ബാഗ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്കുക, എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ക്ലോത്ത് എടുക്കാം. ഞാനിവിടെ ഒരു ജൂട്ടിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 27 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവിലാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ അളവ് വെച്ചിട്ട് ലാസ്റ്റ് ബാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ആ ഒരു ബാഗിന് വലിപ്പം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവ് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ലൈനിങ് വേണം, പിന്നെ ഒരു ക്യാൻവാസ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാൻവാസ് എന്തിനാണെന്ന് വെച്ചാൽ ബാഗിനൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കും. അപ്പോൾ നല്ല കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് വേണം. ആദ്യം നമുക്ക് ലൈനിങ് തുണി അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇതെല്ലാം നേരത്തെ പറഞ്ഞ അതേ അളവാണ്. 27 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയിലുമാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ തിരിച്ചിടുക. അതിൻ്റെ ചീത്ത വശം അതുമായിട്ട് ഈ ക്യാൻവാസിൻ്റെ ഒരു ഗ്ലോസി ആയിട്ടുള്ള പ്രതലമുണ്ട്, പരുവരുത്ത പ്രതലമുണ്ട്. അതിൽ ഗ്ലോസി ആയിട്ടുള്ള പ്രതലം ഈ നല്ല തുണിയുടെ നല്ല ചീത്ത വശമായിട്ട് ചേർത്ത് വയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇത് ഞാൻ അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുകയാണ്. കണ്ടോ? അപ്പം നമ്മളിതിങ്ങനെ തേക്കുമ്പോഴത്തേക്കും ഈ ക്യാൻവാസും നമ്മുടെ ഈ തുണിയും കൂടെ, നല്ല ക്ലോത്തും കൂടെ നന്നായിട്ട് ചേർന്ന് ഒട്ടിയിരിക്കും. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ചുറ്റിനും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ മെഷീനിൽ ബോബിൽ നൂല് ചുറ്റിയെടുക്കുകയാണ്. അപ്പം മെഷീനിൽ തന്നെ അത് ചെയ്തു തരും, ഭയങ്കര ഈസിയാണ് അതുകൊണ്ട്. അപ്പോൾ അതേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ നൂല് ചുറ്റി തീരുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആവും. അപ്പം നമുക്ക് എടുക്കാം. അപ്പോൾ അതെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിടുക. എന്നിട്ട് നല്ലപോലെ ലെവൽ ചെയ്ത് നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. കണ്ടോ? ഇനി നമുക്ക് ഈ 4 സൈഡിലും ഒരു അളവെടുക്കണം. ടേപ്പ് എടുക്കുക. 2.5 ഇഞ്ച് നീളത്തിലും വീതിയിലും ഒരു സ്ക്വയർ അങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ? ഇതുപോലെ ബാക്കിയുള്ള സൈഡിലും വരയ്ക്കുക. 4 മൂലയിലും ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് നീളത്തിലും വീതിയിലും ഓരോ സ്ക്വയർ വരച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വരച്ചില്ലേ 4 മൂലയിലും ആ സ്ക്വയർ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടല്ലോ? അപ്പോൾ അതേ 4 സ്ക്വയറും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ലൈനിങ് തുണി എടുക്കുക. എന്നിട്ട് നല്ല ക്ലോത്തിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് ഇതുപോലെ വെക്കുക ലൈനിങ് തുണി. കണ്ടോ? എന്നിട്ട് ഇത് മറിച്ചിടുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്
നമുക്ക് ഈ ലൈനിങ് തുണിയായിട്ട് ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ചേർത്ത് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടുപിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലത്, ഈ നമ്മുടെ ലൈനിങ് തുണി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. എന്നിട്ട് ഈ മുകളിലും താഴെയും ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തന്ന 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ പിൻ ചെയ്തൊക്കെ എടുത്ത് മാറ്റുകയാണ്. കണ്ടോ? ഇനി നമുക്ക് ആ ലൈനിങ് തുണി സ്ക്വയറിൻ്റെ ആ മൂലയിൽ വന്നാണ്ടോ ആ പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ വീതി കൂടിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് കണ്ടോ, അതിപ്പം നിങ്ങൾ കട്ട് ചെയ്യണ്ട, അത് ഞാൻ പറയാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പോർഷനെല്ലാം ജസ്റ്റ് ഇതുപോലെ ആ മൂലയിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതിനി മറിച്ചിടുന്നുണ്ട്, അതായത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ മറിച്ചിടുന്നുണ്ട്. അപ്പം അത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ മറിച്ചിടുക. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല നീറ്റായിട്ട് വട്ടി പോലെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തേച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ആ 2 സൈഡിലുള്ള ബാക്കി ലൈനിങ് തുണി നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. കണ്ടോ? ഭയങ്കര ഈസിയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് കണ്ടോ ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല തുണിയുടെ പോർഷൻ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാഗ് ക്ലോസ് ചെയ്ത് വെക്കണ്ടേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സിബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റ് ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കർ ഉണ്ട് അത് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ മാഗ്നറ്റ് ബട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് സ്നാപ്പും ക്ലാപ്സും ഉണ്ട്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ രീതിയിൽ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതിപ്പം പുറം ഭാഗം നല്ല വശമാണ്, കണ്ടില്ലേ? ഇതുപോലെ നല്ലപോലെ ലെവൽ ചെയ്ത് നമ്മൾക്ക് എവിടെയാണോ നമ്മൾ ആ ബട്ടൺ പിടിപ്പിക്കുന്നത് അത് നോക്കുക. എന്നിട്ട് മാഗ്നറ്റ് ബട്ടൻ്റെ ഈ ഒരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ആ 2 വശങ്ങളുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പാട് അവിടെ വരും. എന്നിട്ട് ഞാനത് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പം നിങ്ങൾക്ക് സിബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ സിബ് വെച്ചിട്ടുള്ള ബാഗ് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈ രീതിയിലുള്ള യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അപ്പം ഞാൻ 2 വശം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കത്രിക കൊണ്ട് ആ 2 അടയാളപ്പെടുത്തിയില്ലേ, അവിടെ 2 ഇങ്ങനെ ചെറിയ കട്ട് കൊടുത്തിട്ട് ആ സാധനം അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ മാഗ്നറ്റ് ബട്ടണൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ 2 സൈഡും നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. കഴിഞ്ഞില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൽ ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് വേണ്ടേ? അപ്പോൾ നമുക്ക് ആ ബെൽറ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണി എടുക്കുക. അതിൽ നിന്നും നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരു 24 ഇഞ്ച് നീളത്തിലുള്ള ബെൽറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. വീതി ഒരു 4 ഇഞ്ചും എടുക്കുക. അപ്പം 24 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലുമുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മുടെ ജൂട്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് രണ്ടും ഇതുപോലെ നടുവിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. കണ്ടോ? എന്നിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ലപോലെ കറക്റ്റായിട്ട് നമുക്കത് ഒതുങ്ങി കിട്ടും. കണ്ടില്ലേ? ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ക്ലോത്ത് മടക്കി ആ നടുവിൽ ഇപ്പോൾ നമ്മൾ തേച്ച് പോയൊരു ലൈൻ കണ്ടില്ലേ, അതിനോട് ചേർത്തിട്ട് ഇതുപോലെ വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മടക്കി വയ്ക്കുക. അയൺ ബോക്സ് വെച്ചിട്ട് തേച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇത് നടുവിലൂടെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ബെൽറ്റിൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിൻ വെച്ചിട്ടോ ക്ലിപ്പ് വെച്ചിട്ടോ അതിനെ എന്താ പറയുക, ചേർത്ത് വയ്ക്കാം. കണ്ടില്ലേ? ഞാനിപ്പോൾ അത് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ ബെൽറ്റ് ബാഗിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഒരളവും കൂടെ എടുക്കണം. ഈ ഒരു ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചും എടുക്കുക. കണ്ടോ? കാണുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. കണ്ടില്ലേ? ആ പോയിന്റിലാണ് നമ്മുടെ ആ ഒരു ഷോൾഡറിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വള്ളിയുടെ ഒരു അറ്റം അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം ഈ ഒരു സൈഡിൽ 2 അറ്റവും ചേർത്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടു. അപ്പോൾ ഒരറ്റം ഇവിടെയും ഒരറ്റം ഇപ്പുറത്തെ ഭാഗത്തും. ഇനി ഇതുപോലെ തന്നെ താഴെ ചെയ്ത് കൊടുക്കുക. സെയിം അളവ് തന്നെയാണ്. താഴേക്ക് ഒരു 3 ഇഞ്ചും അതുപോലെ തന്നെ ലെഫ്റ്റിനും റൈറ്റിനും ഒരു 2 ഇഞ്ചും എടുത്തിട്ട് ഒരു പോയിന്റ് കിട്ടും. അവിടെ ഈ രീതിയിൽ വെച്ചിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പം അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ വെറുതെ അങ്ങ് വെച്ച് അറ്റാച്ച് ചെയ്യാതെ അറ്റം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ? അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ തീരാറായിരിക്കുകയാണ്. ഇനി ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഇതിങ്ങനെ തിരിച്ച്, അതായത് ലൈനിങ് തുണി വരുന്ന പോർഷൻ ഇതുപോലെ മടക്കിയിടുക. നല്ല ലെവലിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഈ 2 സൈഡും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ഈ ഒരു താഴത്തെ മൂല കണ്ടോ, 2 മൂലയുണ്ട്. ആ മൂല സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്റ്റിച്ചിലൂടെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂല പിടിച്ചിട്ട് ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബാഗിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ 6 മോഡലിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നുകൂടെ നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണി അവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നീറ്റായിട്ടുള്ള ഒരു ബാഗാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരൊറ്റ ഉറ മാത്രമേ ഉള്ളൂ. ഇനി വേറെ പൗച്ചൊക്കെ വെച്ചിട്ടുള്ള ബാഗിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.
അതുപോലെ തന്നെ വാലറ്റ് ഇടാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ബാഗ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ബാഗാണ്. ആ മെറ്റീരിയൽ ജൂട്ടും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ കുറച്ചുകൂടെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലേ ബാഗിന്. നമുക്കിനി ഇതിനകത്തേക്ക് വേറെ ഡിസൈൻസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. കണ്ടില്ലേ, ഈസി ആയിട്ട് അല്ലേ നമുക്ക് തുണിയെടുത്ത കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. സ്റ്റിച്ചിങ് അല്ല, അതിൻ്റെ ആ ഒരു കട്ടിങ് മെത്തേഡ് ഭയങ്കര എളുപ്പമാണ്. കണ്ടോ, ഇനി നിങ്ങൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് എടുക്കുന്ന ക്ലോത്ത്, അതായത് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ബാഗ് കാണാനായിട്ട്. കുറച്ച് വിലയൊക്കെ ഉള്ള ഒരു ബാഗായിട്ട് തന്നെ തോന്നിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഒരു ബാഗിൽ ഒരു ബുക്കും ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലും ഒരു പെന്നും ഒക്കെ ഇട്ട് ചുമ്മാ നിങ്ങളെ കാണിക്കുകയാണ്. ചുമ്മാ ഒരു ഷോ, നമ്മുടെ ബാഗ് എങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, നല്ലൊരു ബാഗാണ്. ഇതിപ്പോൾ ഈ ഒരു നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അളവെടുത്തത് കണ്ടല്ലോ. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് ഈ ഒരു സൈസിലുള്ള ബാഗാണ് കിട്ടുന്നത്. അതിലും കുറച്ചുകൂടെ അളവ് കൂട്ടിയിട്ടൊക്കെ തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയ ബാഗ് നമുക്ക് കിട്ടും. ഇതിലും അളവ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ബാഗ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ എത്ര വലിപ്പം കാണുമെന്നൊക്കെ. അതനുസരിച്ച് നമുക്ക് അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഈസി അല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെയുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.